ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഈ ബെല്ലൈക്കൺ ഒന്ന് ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ബിഗ് ബോസ് ആണ് ഇന്നത്തെ വിഷയം. ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. 40 കണ്ടസ്റ്റൻസ് വരുന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ എലിമിനേഷനും കഴിഞ്ഞു. 4 പേര് വീട്ടിലോട്ട് തിരിച്ചു പോയി. ഈ 4 പേര് പോയതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ സങ്കടമായി. ഈ 4 പേരും പോകേണ്ടവരല്ലായിരുന്നു. അവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സമയം പോലും കിട്ടുന്നതിന് മുന്നേ ഈ 4 പേരെ ഔട്ടാക്കണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പാടിലൂടെയല്ലേ ഈ അഗ്നിപരീക്ഷയിലേക്ക് എത്തിയത്. അപ്പം വേറെ ആൾക്കാർ എത്ര പേരുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഈ ഒരു അലമ്പ് പിടിച്ച ഒരു പെണ്ണുണ്ടല്ലോ, ഈ പൂജ. എന്റർടൈൻമെന്റ് വേണം, എല്ലാം വേണം. പക്ഷെ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഒരു ക്യാരക്ടർ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് ആദ്യം തൊട്ട് അവസാനം വരെയും കാണും. ബിഗ് ബോസിൽ എന്തായാലും കയറും. കാര്യം പുള്ളിക്കാരി ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അഖിൽമാരാര് വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ, എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്, കാര്യം എഴുന്നേറ്റ് ഇറങ്ങി പോടോ, പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോടോ, അങ്ങനത്തെ ഉള്ള ഡയലോഗുകളൊക്കെയാണ് കൊച്ച് പറയുന്നത്. ഒരു എന്താ പറയാ, ഒരു 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 നിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ എനിക്ക് തോന്നിയത്. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കൊച്ചു പോകണമെന്ന് മതിയായി ആഗ്രഹിച്ചായിരുന്നു. കാര്യം ഈ കൊച്ചു പോകാൻ വേണ്ടിയിട്ട് എലിമിനേഷൻ റൗണ്ടിൽ ഇവളുടെ പേര് വന്നിട്ട് പോലും അവൾ പോയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്തോ ഒരു ഇതില്ലേ. ഇവളെയൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ആരാടാവാ? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ പോലെ പെരുമാറ്റം കൊണ്ട് കേട്ടോ, എന്തോ ഒരു വല്ലാത്ത പെരുമാറ്റം കൊച്ചിൻ്റെത്. അപ്പം 40 പേര് കയറി. ഇപ്പം ഇനി 36 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും കയറ്റിവിടാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ അവർക്ക് കഴിവുകളൊന്ന് കാണിക്കുന്നതിന് മുന്നേ ഈ എലിമിനേഷൻ വേണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവർക്കെല്ലാം ഇന്ന് നല്ലൊരു ഗെയിം കൊടുത്തിട്ട് ഔട്ടാക്കിക്കോ അല്ലെ എലിമിനേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നത്. അവരുടെ കഴിവുകളും കാണിക്കാൻ പറ്റിയില്ല, എലിമിനേഷനും ആക്കി. ഒരുമാതിരി എനിക്ക് എന്തോ ഫീൽ ചെയ്തു. മറ്റേ നമ്മുടെ നെവിനെ പോലത്തെ ഒരു ചേട്ടൻ വന്നായിരുന്നു. 2 മക്കൾ. എൻ്റെ പൊന്നെ, അത് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ചേട്ടൻ പറഞ്ഞത്, എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ അമ്മയേക്കാൾ നല്ലവളായിട്ടുള്ള ഒരു ഭാര്യയുണ്ട്, അവർക്ക് സ്കൂളിലൊക്കെ പോയിട്ട് എൻ്റെ അച്ഛന് ബിഗ് ബോസിൽ പോയി എന്നുള്ളത് പറയണം എന്നുള്ള ആഗ്രഹത്തോടെയൊക്കെയാണ് വന്നതെന്ന്. ശരിക്കും പുള്ളി എന്തൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പുള്ളി ഗെയിമും ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു. എന്തിനാ പുള്ളിയെ എലിമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ നല്ല ആ പെണ്ണിനെ എടുത്ത് കളയായിരുന്നുള്ളൂ. ഇച്ചിരി വൃത്തിയായനെ അത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അവളെ കളയത്തില്ലടേ, അത് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് തോന്നിയില്ലേ? തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ 4 പേര് പോയി. എലിമിനേഷൻ ആദ്യത്തേത് കഴിഞ്ഞു. എനിക്കെന്തോ അൺഫെയർ ആയിട്ട് തോന്നി. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നത് 1 മണിക്കൂറത്തെ ഒരു 56 മിനിറ്റത്തെ കാര്യങ്ങൾ മാത്രമാണ്. അതിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയത്തില്ല, എന്താണ് സംഭവം എന്നുള്ളതും അറിയത്തില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനെ ആസ്പദമാക്കിയിട്ട് എല്ലാം നമുക്കിങ്ങനെ വിളിച്ചു പോയി പറയാനും പറ്റത്തില്ല. കണ്ടതി വെച്ചിട്ട് എനിക്ക് ഈ പെണ്ണിനെ ഒട്ടും ഇഷ്ടമായിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെന്താ പറയാനുള്ളത്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ദിവസവും ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. സമയം പോലെ ഡെയിലി ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എത്ര പേര് കാണാനുണ്ടാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. നമുക്ക് എന്തായാലും നമ്മുടെ പ്ലേ ബട്ടൺ മേടിച്ച് നമ്മുടെ ഭിത്തിയിൽ തൂക്കണം. അതിന് നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫണ്ണി ആയിട്ട് നമുക്കിതിനെ ഒന്ന് എന്താ പറയുക, കൈകാര്യം ചെയ്യാം ബിഗ് ബോസിനെ. അപ്പോൾ എന്തായാലും ഈ പെണ്ണൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഈ പൂജ ഇപ്പോൾ അഗ്നിപരീക്ഷയിൽ ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ എങ്ങനായിരിക്കും? അതാണ് എനിക്കറിയാത്തത്. അൺസഹിക്കബിളാ പുള്ളിക്കാരിയുടെ ഒരു ബിഹേവിയർ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുമായിരുന്നു. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ആ പൂജയുടെ പേര് ഇങ്ങനെ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ കയ്യടിച്ച് പോട്ടെന്ന്. പക്ഷെ പോയില്ല. വന്നപ്പോ തൊട്ട് ഇറിറ്റേഷനാ. ഈ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് പാരപണിയ അമ്മാതിരി പരിപാടിയൊക്കെയാണ് മറ്റേ പൂജയോട് ചെയ്തത്. എന്തായാലും ജഡ്ജസ് പോലും എന്തൊരു ബിഹേവിയർ എന്നുള്ളത്, അലമ്പ് സ്വഭാവം എന്നുള്ളത് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ അലമ്പായിട്ടുള്ള ആൾക്കാർ അവസാനം വരെ നിൽക്കും. ഇതൊരു ഗെയിം ഷോ ആണെന്നുണ്ടെങ്കിൽ ഗെയിമാണ് കൊടുക്കേണ്ടത്. മീൻസ് സ്ക്രീൻ സ്പേസ് ഇപ്പോഴേ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിം കളിച്ച് ജയിപ്പിക്കുമെന്നല്ലേ, അതായത് ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പം ഗെയിമല്ലേ കൊടുക്കേണ്ടത്. വൈത്താളം അടിക്കുന്നവരെ അല്ലല്ലോ സെലക്ട് ചെയ്യേണ്ടത്. ഗെയിം കൊടുക്കും. സ്റ്റാർ മാജിക് ഗെയിം അല്ലാതെ, അംഗനവാടി ഗെയിം അല്ലാതെ നല്ല അങ്ങോട്ട് ഗെയിം കൊടുക്ക്, എന്നിട്ട് സെലക്ട് ചെയ്യും. പിന്നെ കുറച്ച് ആൾക്കാർ ഇവരൊന്നും കോമണേഴ്സ് അല്ല, കോമണേഴ്സിന്റെ നിറം എന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോമണേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ച് നിറമൊന്നുമില്ല. അവര് സാധാരണക്കാരായിട്ട് ചെല്ലുന്നു. പിന്നെ അതിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്.
അവരെന്തിനാണ് കോമണേഴ്സിന്റെ ഇതിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് സുഖമായിട്ട് ബിഗ് ബോസിൽ ഈ മറ്റേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു തസ്തികയിൽ കയറാമായിരുന്നു. അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുമല്ലോ. എന്തായാലും നമ്മുടെ ബിൽഡറും പോയി, ബോഡി ബിൽഡർ, പുള്ളി സൂപ്പറായിരുന്നു, പുള്ളിയും പോയി. നമ്മുടെ ആ കൊച്ച് +2 കഴിഞ്ഞിട്ട് വന്ന, അമ്മയ്ക്ക് വേണ്ടിയിട്ട് വന്ന ആ കൊച്ചല്ലേ, അവളും പോയി. അങ്ങനെ ഈ 4 പേര് ബിഗ് ബോസിന്റെ അഗ്നി പരീക്ഷയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാ ദിവസവും അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ടിക്ക് ചെയ്ത് വെച്ചോളൂ. നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.